ഹായ്, എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു. എങ്ങനെയാണ് ഓൺലൈൻ ടീച്ചിങ് തുടങ്ങുക, ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അവർക്കുള്ളതാണ് ഈ വീഡിയോ. ആദ്യം നമ്മൾ വേണ്ടത്, നമുക്ക് ഇതിന് സബ്ജക്റ്റ് നോളജാണ്. ആദ്യം നമ്മൾ സ്കില്ല് പഠിച്ചെടുക്കണം. ഏതെങ്കിലും ഒരു സ്കില്ല് തിരഞ്ഞെടുക്കുക. ഏതെങ്കിലും സബ്ജക്റ്റ് നോളജ് എന്തായാലും ഉണ്ടായിരിക്കണം. നമ്മൾ ബേസിക് ലെവലായാലും പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. ദെൻ നമുക്ക് കുറച്ച് ജോബ്സ് അപ്ലൈ ചെയ്യാം. നമ്മുടെ വെബ്സൈറ്റിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ജോബ്, ഓൺലൈൻ ട്യൂട്ടർ ജോബ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. നമുക്ക് അപ്ലൈ ചെയ്ത് നമുക്കത് ഇൻ്റർവ്യൂവിന് നമ്മൾ സെലക്ട് ആക്കും. ദെൻ നമ്മൾ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ട്യൂട്ടറായിട്ട് കയറാം. അല്ലാതെയും നമുക്ക് ഓൺലൈൻ നമ്മുടെ പേഴ്സണലായിട്ട് തന്നെ വാട്സപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ നമ്മൾ പോസ്റ്റ് ഇട്ടാൽ നമുക്ക് ഓൺലൈന് കുട്ടികളെ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഒരു ഓൺലൈൻ കോഡിംഗ് ട്യൂട്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. GCC കൺട്രീസ്, അതുപോലെ USA, UK, ഓസ്ട്രേലിയ ഇവിടെയുള്ള കുട്ടികൾക്കൊക്കെ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ സ്കില്ല് പഠിച്ചെടുക്കുക എന്നുള്ളതൊക്കെ ഞാൻ വഴിയെ ചെയ്യുന്നതായിരിക്കും. കൺസിസ്റ്റൻസി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഡെയിലി നമ്മൾ 1 hour നമ്മൾ സ്കില്ല് പഠിക്കാൻ മാറ്റി വെക്കണം. നമുക്ക് 24 hours ഉണ്ട്, പക്ഷെ നമ്മൾ 1 മണിക്കൂർ നമുക്ക് വേണ്ടി മാറ്റി വെക്കാൻ തയ്യാറായാൽ നിങ്ങൾ ഹൗസ് വൈഫ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് സ്വന്തമായി ഏർണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും എന്തായാലും പറ്റുന്നതാണ്. പക്ഷെ ആദ്യം നമ്മൾ ആ മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് ഇതിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് വേണ്ടത്. ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ആരും നമ്മളോട് പറയാനുണ്ടാവില്ല. നമുക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള ഇൻ്റർനെറ്റ്, ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്കില്ല് പഠിക്കാൻ തയ്യാറാവുക. നാളത്തേക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു ഏർണിങ്സിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ എത്രയാണ് നമ്മൾ ഡിപ്പെൻഡൻ്റ് ആവുക. ഇതിന് വേണ്ടിയിട്ട് സ്വന്തമായൊരു 100 രൂപയെങ്കിലും ഉണ്ടാക്കുന്നത് അത്രയും വലിയ കാര്യമാണ്. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ഇന്ന് തന്നെ